ഇന്ന് നമ്മൾ വിലയില്ലാത്ത ഏതിനെ നോക്കി ഇതിനൊരു ഓട്ടക്കാശിൻ്റെ വിലയില്ല എന്ന് പുച്ഛിച്ചു തള്ളാറുണ്ട്. പക്ഷേ വല്ലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ ഈ പറയുന്ന ഓട്ടക്കാശ് ശരിക്കും എന്താണെന്ന് അറിയാമോ? ഇതാണ് ആ കക്ഷി. കണ്ടില്ലേ, നടുക്കൊരു ഉഴുന്നുവടയുടെ വലിപ്പത്തിൽ വലിയൊരു ഓട്ടം. 1947 ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകുന്നതിന് തൊട്ടു മുമ്പ് ഇറക്കിയ 1 പൈസ നാണയമാണ്. ഇതിൻ്റെ നടുക്കൊരു ഓട്ട വരാൻ കാരണം ജ്യോതിഷമോ ശാസ്ത്രമോ ഒന്നുമല്ല, പക്ക ബ്രിട്ടീഷ് കഞ്ഞിവെപ്പ് നയമാണ്. 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞ് ഹിറ്റ്ലറിട്ട് പെരുമാറിയതുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നാണയമടിക്കാൻ ചെമ്പ് കോപ്പറില്ലാതായിപ്പോയി. അപ്പോഴാണ് ഒരു ബിരുദൻ ഗവർണർക്ക് ബുദ്ധി ഉദിച്ചത്. നാണയത്തിൻ്റെ നടുവിലെ ചെമ്പങ്ങ് അറുത്തെടുത്താൽ കുറേ ലോഹം ലാഭിക്കാം, ബാക്കി മാത്രം ജനങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യാം. ചുരുക്കത്തിൽ നമ്മളെ പറ്റിക്കാൻ നോക്കിയ ബ്രിട്ടീഷ് കച്ചവടത്തിൻ്റെ പ്രതീകമാണ് ഈ ഓട്ടക്കാശ്. പക്ഷേ ബ്രിട്ടീഷുകാർക്ക് തെറ്റി. അവർ ചെമ്പ് ലാഭിക്കാൻ നോക്കിയപ്പോൾ നമ്മുടെ മലയാളി കാരണവന്മാർ അതൊരു ഫാഷനാക്കി മാറ്റി. അന്ന് ജീൻസും ബെൽറ്റും ഒന്നുമില്ലാത്ത കാലമാണ്. കാശ് താഴെ പോകാതിരിക്കാൻ നമ്മുടെ മുത്തശ്ശന്മാർ ആ ഓട്ടക്കാശികൾ ചരടിൽ കോർത്ത് അരഞ്ഞാണത്തിൽ മാല പോലെ കെട്ടി നടന്നു. ചിലരൊക്കെ ഇത് ചെവിയിൽ കടുക്കൻ പോലെയും ഇട്ടു. അന്ന് ഈ ഒറ്റ ഓട്ടക്കാശ് അങ്ങാടിയിൽ കൊടുത്താൽ 4-5 പേർക്ക് കട്ടൻ ചായയും പരിപ്പുവടയും കഴിച്ച് കടക്കാരനൊരു ടാങ്ക്സും പറഞ്ഞു പോരാമായിരുന്നു. ഇന്നത്തെ ഏകദേശം 100 രൂപയുടെ പവർ. അപ്പോൾ ഇനി ആരോടെങ്കിലും ചൂടാകുമ്പോൾ ഓട്ടക്കാശിന് കൊള്ളില്ല എന്ന് പറയുന്നതിന് മുമ്പേ ഈ ഹിസ്റ്ററി ഒന്ന് ഓർക്കണം കേട്ടോ. അന്ന് അങ്ങാടിയിൽ കുറച്ചു മാത്രം വിലയുണ്ടായിരുന്ന ഈ ഓട്ടക്കാശ് നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും പഴയ പെട്ടിയിൽ ഇന്നിരിപ്പുണ്ടെങ്കിൽ നിങ്ങളൊരു ലക്ഷപ്രഭുവാണത്രേ. ഇന്നത്തെ കോയിൻ മാർക്കറ്റിൽ ഏറ്റവും നല്ല കണ്ടീഷനിലുള്ള ഈ 1947 ഓട്ടക്കാശിന് ആയിരങ്ങൾ മുതൽ ലക്ഷങ്ങൾ വില വരുമെന്നാണ് കേൾക്കുന്നത്. അതുകൊണ്ട് ഇനി ആരെങ്കിലും നിങ്ങളെ നോക്കി ഓട്ടക്കാശിന് കൊള്ളാത്തവൻ എന്ന് കളിയാക്കിയാൽ വിഷമിക്കണ്ട, ഞാൻ ഫ്യൂച്ചറിലെ ലക്ഷങ്ങൾ വില വരുന്ന ഐറ്റമാണെന്ന് അങ്ങ് പറഞ്ഞേക്കൂ. ഈ തകർപ്പൻ അറിവ് നിങ്ങൾ ഫ്രണ്ടിന് ഷെയർ ചെയ്യൂ. അടുത്ത എപ്പിസോഡിൽ ഇതിലും കിടുക്കൻ ഒരു നാണയത്തിൻ്റെ കഥയുമായി വരാം. കൂടുതൽ ചരിത്ര കൗതുകങ്ങൾക്കായി ഇപ്പോൾ തന്നെ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.